ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലേൺ സി എം എ ഓൺലൈൻ ക്ലാസ്സസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ മാർജിനൽ കോസ്റ്റിങ്ങിലെ കുറച്ച് കോൺസെപ്റ്റ്സ് ക്യാപ്സ്യൂൾസ് നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യാനാണ്. ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 കോൺസെപ്റ്റ്സ് ക്യാപ്സ്യൂൾസ് നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യും. അടുത്ത നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ 5 കോൺസെപ്റ്റ്സ് ക്യാപ്സ്യൂൾസ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോയാൽ മക്കളെ എല്ലാവരും റെഡിയാണോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കേ. അപ്പം എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്? നമുക്ക് വളരെയേറെ നമ്മുടെ സി എം എ ഇൻ്റർമീഡിയറ്റിലായാലും സി എ ഇൻ്റർമീഡിയറ്റിലായാലും അഥവാ ബി കോം സ്റ്റുഡൻസിനായാൽ പോലും നമ്മുടെ കോസ്റ്റിങ്ങിൽ വളരെയധികം എല്ലാവർക്കും ഒരു ഡിഫിക്കൽട്ടായിട്ടൊരു പോർഷനാണ് മാർജിനൽ കോസ്റ്റിംഗ്. അതിൻ്റെ പ്രോബ്ലംസ് വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, പക്ഷേ ഇക്വേഷൻസ് അതേപടി പഠിച്ചിട്ട് പോയാൽ പോലും നമുക്ക് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത കുറച്ച് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മുടെ എക്സാമിന് നമുക്ക് അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഈ കോൺസെപ്റ്റ്സ് നിങ്ങൾ ക്ലിയറാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട ഏത് പ്രോബ്ലംസ് വന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിനാണ് നമ്മൾ കോൺസെപ്റ്റ് ആദ്യമേ നല്ലപോലെ ക്ലാരിഫൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റിങ്ങിലെ ഒരു ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പം മാർജിനൽ കോസ്റ്റിംഗ് കുറച്ചധികം ക്യാപ്സ്യൂൾസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ആ ഒരു കോൺസെപ്റ്റിൽ ക്യാപ്സ്യൂൾസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ കോൺസെപ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. എന്താണ് മക്കളെ വേരിയബിൾ കോസ്റ്റ്? നമുക്ക് നോക്കാം. ദിസ് ആർ ദ കോസ്റ്റ് ദാറ്റ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. അതായത് നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്ട്ലി റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ് റിലേറ്റ് ചെയ്തൊരു കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. എന്തൊക്കെയാണ് മക്കളെ വേരിയബിൾ കോസ്റ്റ്? ഒരു എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്സ്, അതൊക്കെയാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റായിട്ട് നമുക്ക് വരുന്ന എക്സാമ്പിൾസ്. ഓക്കെ, പ്രൊഡക്ഷനോട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്തൊരു കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. ദിസ് കോസ്റ്റ് ആർ ആൾസോ കാൾഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്. എന്താ പ്രോഡക്റ്റ് കോസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, എങ്കിൽ പോലും എന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ? വേരിയബിൾ കോസ്റ്റ് ടോട്ടലി ഈസ് ചേഞ്ചിങ് അക്കോർഡിംഗ് ടു ദ ആക്ടിവിറ്റി ലെവൽ. അതായത് ആക്ടിവിറ്റി ലെവലിനനുസരിച്ച് നമ്മുടെ വേരിയബിൾ കോസ്റ്റിന് ടോട്ടൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കോൺസ്റ്റൻ്റ് അല്ല, അതിൻ്റെ ഓരോരോ ആക്ടിവിറ്റി ലെവലിനനുസരിച്ച് നമ്മുടെ വേരിയബിൾ കോസ്റ്റിന് ടോട്ടൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. വേരിയബിൾ കോസ്റ്റിന് പെർ യൂണിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ ആക്ടിവിറ്റി ലെവൽ. എല്ലാ ആക്ടിവിറ്റി ലെവലിലും വേരിയബിൾ കോസ്റ്റിന് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ എല്ലാ ആക്ടിവിറ്റി ലെവലിലും വേരിയബിൾ കോസ്റ്റിന് ടോട്ടൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും? അല്ല, അത് ഓരോ ആക്ടിവിറ്റി ലെവലിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. വേരിയബിൾ കോസ്റ്റിന് ടോട്ടലും നമ്പർ ഓഫ് യൂണിറ്റ്സ് തമ്മിൽ ഡയറക്ട്ലി റിലേഷൻഷിപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് വേരിയബിൾ കോസ്റ്റിന് ടോട്ടലും ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഡയറക്ട്ലി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത്. അപ്പം എന്താണ് വേരിയബിൾ കോസ്റ്റ്? വേരിയബിൾ കോസ്റ്റ് എന്നുള്ള പ്രൊഡക്ഷൻ ഡയറക്റ്റ് റിലേറ്റ് ചെയ്തൊരു കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ലേബർ എന്നൊക്കെ എഴുതാം. ഇനി അതിന് മറ്റൊരു പേരാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിന് ടോട്ടൽ ഓരോ ആക്ടിവിറ്റി ലെവലിനനുസരിച്ചും അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഇനി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇപ്പോൾ എല്ലാ ആക്ടിവിറ്റി ലെവലിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റിനും ടോട്ടലും നമ്പർ ഓഫ് യൂണിറ്റ്സ് തമ്മിൽ എന്തോ റിലേഷൻഷിപ്പാണ്? ഡയറക്ട്ലി റിലേഷൻഷിപ്പ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് യൂണിറ്റ് ഇൻക്രീസസ് ആൻഡ് വേരിയബിൾ കോസ്റ്റിൻ്റെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആൾസോ ഇൻക്രീസസ്. ക്ലിയർ? വേരിയബിൾ കോസ്റ്റിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ കോൺസെപ്റ്റ് ക്യാപ്സ്യൂൾസിലേക്ക് പോകാം. ക്ലിയർ? രണ്ടാമത്തെ കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, നോക്കാം. ദെയർ ആർ ദ കോസ്റ്റ് ദാറ്റ് ആർ നോട്ട് റിലേറ്റഡ് ടു പ്രൊഡക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കോസ്റ്റാണ്, അല്ലെങ്കിൽ യാതൊരു റിലേറ്റ് ചെയ്തിട്ടില്ലാത്തൊരു കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ്. എന്താ അവർ അങ്ങനെ പറയാൻ കാരണം? ഫിക്സഡ് കോസ്റ്റിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ റെൻറ്റ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി, പിന്നെ അതുപോലെ വേജസ് ഓഫ് സ്കിൽഡ് ലേബേഴ്സ്. അതായത് അവിടെ പ്രൊഡക്ഷൻ നടന്നില്ല. നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിലും അവിടുത്തെ ആളെന്തോ ചെയ്യണം? ഓണറിന് കറക്റ്റ് എല്ലാ മാസവും റെൻറ്റ് കൊടുക്കണം. അതാ പറഞ്ഞത്. പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട റെൻറ്റ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ലേബേഴ്സിന് കൊടുക്കേണ്ട വേജസ്, അതൊക്കെ എല്ലാ മന്ത്ലിയും ഫാക്ടറിയുടെ ആൾ ആ
ഓണർ നമ്മുടെ എംപ്ലോയീസിന് കൊടുത്തിരിക്കണം. ക്ലിയർ? അതാണ് ഫിക്സഡ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കോസ്റ്റ് നമുക്ക് പീരിയഡ് കോസ്റ്റ് എന്ന് പറയാം. കാരണം അതൊരു പീരീഡിൻ്റെ ബേസിസിലാണ് ആ കോസ്റ്റ് കൊടുക്കുന്നത്. അതാണ് അതിനെ പീരിയഡ് കോസ്റ്റ് എന്ന് അറിയപ്പെടാൻ കാരണം. ഇനി ഫിക്സഡ് കോസ്റ്റിന് ടോട്ടൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ വേരിയബിൾ കോസ്റ്റിന് ടോട്ടൽ കോൺസ്റ്റൻ്റ് ആയിരിക്കുമോ? അല്ല, അത് ഓരോ ആക്ടിവിറ്റി ലെവലിനനുസരിച്ചും അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഫിക്സഡ് കോസ്റ്റിന് ടോട്ടൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ക്ലിയർ? ഇനി എന്താ പറഞ്ഞത്? ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ദിസ് ചേഞ്ചസ് ഇൻ അക്കോർഡിംഗ് ടു ദ ആക്ടിവിറ്റി ലെവൽ. എന്നാൽ ഇവിടെ എന്താ പറയുന്നത്? ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓരോ ആക്ടിവിറ്റി ലെവലിനനുസരിച്ചും അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റോ? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എല്ലാ ആക്ടിവിറ്റി ലെവലിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. വേരിയബിൾ കോസ്റ്റ് നേരെ ഓപ്പോസിറ്റ് ഒരു ഇതാണ് ഫിക്സഡ് കോസ്റ്റ് പറയുന്നത്. ഇനി ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റും നമ്മുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും തമ്മിൽ, അതായത് നമ്പർ ഓഫ് യൂണിറ്റും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് തമ്മിൽ എന്തോ റിലേഷൻഷിപ്പാണ് മക്കളെ ഉള്ളത്? ഒരു ഇൻവേഴ്സ്ലി റിലേഷൻഷിപ്പാണ് ഉള്ളത്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആക്ടിവിറ്റി ലെവൽ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. അതായത് നമ്പർ ഓഫ് യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് ഡിക്രീസ് ചെയ്യും. അതാണ് പറഞ്ഞത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ തേർഡ് വൺ നോക്കിക്കേ. തേർഡ് വൺ ആണ് സെമി വേരിയബിൾ കോസ്റ്റ്. എന്താ മക്കളെ സെമി വേരിയബിൾ കോസ്റ്റ്? അതായത് സെമി വേരിയബിൾ കോസ്റ്റ് ഈസ് എ പാർട്ട് ഓഫ് ടോട്ടൽ കോസ്റ്റ് വിച്ച് ഈസ് പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ എന്ന് നമുക്ക് സിമ്പിളാക്കി പറയാം. അതായത് കുറച്ച് ഫിക്സഡും കുറച്ച് വേരിയബിളും ഉള്ള ഒരു ടോട്ടൽ കോസ്റ്റിൻ്റെ പാർട്ടിനെയാണ് നമ്മൾ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ടോട്ടൽ കോസ്റ്റിനകത്ത് പാർട്ട്ലി ഫിക്സഡും പാർട്ട്ലി വേരിയബിൾ ഉള്ള കോസ്റ്റിനെ നമ്മൾ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയാൻ പറ്റും. സൂപ്പർവൈസേഴ്സിൻ്റെ സാലറി, അതുപോലെ അഡ്വർടൈസിങ് ചാർജസ്, ടെലിഫോൺ ചാർജസ്, അതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? നമ്മുടെ സെമി വേരിയബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. ക്ലിയർ? എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ദിസ് ആർ ദ കോസ്റ്റ് വിച്ച് ഈസ് ഹാവിങ് ബോത്ത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും സവിശേഷതകൾ ചേരുന്ന ഒരു കോസ്റ്റാണ് നമ്മുടെ സെമി വേരിയബിൾ കോസ്റ്റ്. ഇനി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻ സെമി വേരിയബിൾ കോസ്റ്റ്. അതായത് സെമി വേരിയബിൾ കോസ്റ്റിനകത്ത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ചേഞ്ചസ് ഇൻ കോസ്റ്റ് ബൈ ചേഞ്ചസ് ഇൻ കോസ്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ യൂണിറ്റ്. ക്ലിയർ? ഓക്കെ. ഇനി തേർഡ് വൺ നോക്കിക്കേ. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റിൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റിന് ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ്. ക്ലിയർ ആണോ? രണ്ട് ഇക്വേഷൻസ് ക്ലിയർ ആണ്. ഈ രണ്ട് ഇക്വേഷൻസും പല പ്രോബ്ലത്തിനും പല രീതിയിലായിരിക്കും വരുന്നത്. ക്ലിയർ? ഡയറക്റ്റായിട്ടും വരും, ഇൻഡയറക്റ്റ് ആയിട്ടും വരും. ഓക്കെ. ഇനി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻ സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റിനകത്ത് നമ്മുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ കോസ്റ്റിൽ നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പം നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. അതായത് ടോട്ടൽ കോസ്റ്റിൻ്റെ ഒരു പാർട്ട് പാർട്ട്ലി ഫിക്സഡും പാർട്ട്ലി വേരിയബിളും അല്ലേ. അപ്പം ടോട്ടൽ കോസ്റ്റ് നമുക്ക് വേരിയബിൾ കോസ്റ്റിന് ടോട്ടൽ അറിയാമെങ്കിൽ ആ വേരിയബിൾ കോസ്റ്റിന് ടോട്ടൽ കുറച്ചാൽ നമുക്ക് എന്തോ കിട്ടും? നമുക്ക് സെമി വേരിയബിൾ കോസ്റ്റിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ക്ലിയർ? അതാണ് തേർഡ് ക്യാപ്സ്യൂളായ സെമി വേരിയബിൾ കോസ്റ്റ്. ഇനി ഫോർത്ത് ക്യാപ്സ്യൂൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കോൺസെപ്റ്റാണ് കോൺട്രിബ്യൂഷൻ. എന്താ മക്കളെ കോൺട്രിബ്യൂഷൻ? സിമ്പിളാക്കി എങ്ങനെ പറയാം അതിനെ? ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓവർ വേരിയബിൾ കോസ്റ്റ്. അതായത് അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓവർ വേരിയബിൾ കോസ്റ്റ്. ഇതൊരു കാര്യം നമുക്ക് പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? കോൺട്രിബ്യൂഷൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് സെയിൽസ്. അങ്ങനെ പറയാം. അതും അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അതായത് കോൺട്രിബ്യൂഷൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസും മാർജിനൽ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റിൻ്റെ ഡിഫറൻസിനെ നമുക്ക് കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. അതും അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയും പ്രോഫിറ്റിൻ്റെയും ഡിഫറൻസ് നമുക്ക് കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. അതും അല്ലെങ്കിൽ എങ്ങനെ പറയാം? വേരിയബിൾ കോസ്റ്റിനേക്കാൾ കൂടുതൽ നിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് ഇല്ലേ, അപ്പം ആ സെല്ലിംഗ് പ്രൈസിന് എക്സസ് ഉള്ള എമൗണ്ട് ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. എന്താണ്? അതാണ് കോൺട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓവർ എ വേരിയബിൾ കോസ്റ്റ്. മാത്തമാറ്റിക്കൽ നമുക്ക് എങ്ങനെ പറയാം അതിൻ്റെ ഇക്വേഷൻസ്? കോൺട്രിബ്യൂഷൻ ഈസ്ക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അതല്ലെങ്കിൽ എങ്ങനെ പറയാം? കോൺട്രിബ്യൂഷൻ ഈസ്ക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അതായത് സെയിൽസിൽ നിന്ന് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പം നമ്മുടെ സെല്ലിംഗ് പ്രൈസ് നമ്മുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ചിലവുകൾ കുറയ്ക്കുമ്പം
ആ ഒരു വേരിയബിൾ കോസ്റ്റ് കുറയുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. അതും അല്ലെങ്കിൽ നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ഇനി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ക്ലിയർ? ഇനി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഈസ് കോൺസ്റ്റന്റ് ഓൾ ആക്ടിവിറ്റി ലെവൽ. എല്ലാ ആക്ടിവിറ്റി ലെവലും നമ്മുടെ കോൺട്രിബ്യൂഷൻ്റെ പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഏതുപോലെ? നമ്മുടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആയതുപോലെ എല്ലാ ആക്ടിവിറ്റി ലെവലിലും നമ്മുടെ കോൺട്രിബ്യൂഷൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് മറന്നു പോകരുത്. ക്ലിയർ? ഇനി അതാണ് കോൺട്രിബ്യൂഷനെ പറ്റി പറയാനുള്ളത്. ഇനി കോൺസെപ്റ്റ് ക്യാപ്സ്യൂൾ നമ്പർ 5. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് കോൺസെപ്റ്റ് ക്യാപ്സ്യൂളാണ് 5. നോക്കാം. പ്രോഫിറ്റ് വോളിയം റേഷ്യോ അഥവാ PV റേഷ്യോ എന്നൊക്കെ നമ്മൾ പറയും. എന്താ മക്കളെ PV റേഷ്യോ? ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ്. അതായത് സെയിൽസിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺട്രിബ്യൂഷൻ എത്ര പെർസെൻറ്റേജ് ആണ്, സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടുന്നത്? എങ്ങനെ പറയാം സിമ്പിളാക്കി? സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് കോൺട്രിബ്യൂഷനായിട്ട് കിട്ടുന്നത്? അതാ പറയുന്നത് ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ്. അത് മാത്തമാറ്റിക്കലി തന്നെ എങ്ങനെ പറയാം? PV റേഷ്യോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അല്ലെങ്കിൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതായത് നമുക്ക് സെയിൽസ് ഇപ്പോൾ ഒരു 100 കിട്ടി, കോൺട്രിബ്യൂഷൻ 50 കിട്ടുമെന്ന് വെച്ചാൽ അപ്പം സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജാണ് കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടിയത്? ഒരു 50% നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടിയത്. ഓക്കെ. കോൺട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. നമ്മൾ നേരത്തെ 2 ഇക്വേഷൻ പഠിച്ചെടുത്തു. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റും കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അത് കൂടാതെ പിന്നെ നമുക്ക് കോൺട്രിബ്യൂഷൻ കണക്ക് ഒരു ഇക്വേഷനെ കിട്ടിയേക്കോ. ഏതാ? സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. ഇനി സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കാം? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ PV റേഷ്യോ. അപ്പം അതാണ് നമ്മുടെ ആ ഇക്വേഷൻ്റെ രീതി വന്നേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി PV റേഷ്യോ ഈസ് കോൺസ്റ്റന്റ് ഓൾ ആക്ടിവിറ്റി ലെവൽ. എല്ലാ ആക്ടിവിറ്റി ലെവലിലും നമ്മുടെ PV റേഷ്യോ കോൺസ്റ്റന്റ് ആയിരിക്കും. ഏത് ആക്ടിവിറ്റി ലെവലിലായാലും നമ്മുടെ PV റേഷ്യോ കോൺസ്റ്റന്റ് ആയിരിക്കും. PV റേഷ്യോ നമുക്ക് വേറൊരു ഇക്വേഷനും കണ്ടുപിടിക്കാൻ പറ്റും. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. അതായത് 2 വർഷത്തെ പ്രോഫിറ്റും 2 വർഷം സെയിൽസും തന്നാൽ അത് തമ്മിൽ ആ 2 വർഷത്തെ പ്രോഫിറ്റ് തമ്മിലുള്ള ചേഞ്ചസും ഡിഫറൻസും 2 വർഷം സെയിൽസ് തമ്മിലുള്ള ഡിഫറൻസും എടുത്തിട്ട് അത് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിന് ഇൻറ്റു 100 ചെയ്യുമ്പം നമുക്ക് PV റേഷ്യോ ആ രീതിയിലും കണ്ടുപിടിക്കാം. അപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്യാപ്സ്യൂൾസ് ഏതൊക്കെയാണ്? കോൺസെപ്റ്റ് ക്യാപ്സ്യൂൾസ് ഏതൊക്കെയാണ്? വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, PV റേഷ്യോ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതറിയാത്ത കുറച്ച് പേരെങ്കിലും കാണും. അവർക്ക് വീഡിയോ ഈ ക്ലാസ്സസ് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നാൽ അറിയാവുന്നവർക്ക് കുറച്ചും കൂടെ ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ ക്ലാരിഫൈ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിച്ചുകൊണ്ട് നെക്സ്റ്റ് പാർട്ട് 5 കോൺസെപ്റ്റ് ക്യാപ്സ്യൂൾസുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.